ഗായ്സ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അശ്വം പ്രസാദ് ഗെയിമർ. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ബാക്കിയാണ് ഇന്ന് ഇടാൻ പോകുന്നത്. ഇന്ന് വേറൊന്നുമല്ല, കുറച്ച് കൃഷിസ്ഥലവും കുറച്ച് ഫാമും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ലാസ്റ്റ് നല്ലൊരു വ്യൂ, ഒരു നല്ലതായിട്ടുള്ളൊരു ഇത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീട് വരുന്നത് വീട് നമ്മൾ ഒരു പ്രാവശ്യം കിട്ടിയതാണല്ലോ. നമ്മുടെ ഫാം വരുന്നത് ഇതിവിടെ മുതൽ ഇതാ ഒരു ബ്ലോക്കിൽ നിന്ന് അവിടെ ലാസ്റ്റ് ഇവിടെ. അപ്പോൾ നമുക്ക് അതിനുള്ള പണികളൊക്കെ ഒന്ന് തുടങ്ങാം. നമുക്ക് അതിന് ഫസ്റ്റ് വേണ്ടത് ഫെൻസ് വേണം. പിന്നെ ഫെൻസിൻ്റെ തന്നെ ഡോറുമാണല്ലോ, ഫെൻസ് ഡോറ്, അതൊക്കെ തന്നെ മതി. പിന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ വേറൊരു സംഭവം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ കാർപ്പറ്റാണ്. കാർപ്പറ്റ് എന്തിനാണ് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ചന്ത വെക്കാനും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർപ്പറ്റ് തന്നെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, നമ്മൾ കാർപ്പറ്റ് എടുത്തു. ഫാമിന് മുമ്പ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തിളങ്ങട്ടെ. ഓക്കെ, നമ്മൾ അതിന് വേണ്ടി റെഡ് കാർപ്പറ്റാണ് എടുത്തിരിക്കുന്നത് ഒരു ചന്തത്തിന്. നമ്മളത് ഫുള്ള് ഇട്ടതിന് ശേഷം കാണാം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മളൊരു കുറച്ച് നേരത്തിന് ശേഷം നമ്മളത് കാർപ്പറ്റ് മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് കുറേ ആൾക്കാർ പറഞ്ഞത് ഈ റൂഫ് എന്തെങ്ങനെ ഓപ്പൺ ആണോ എന്ന്. എല്ലാ ഗൈസ്, നമ്മളിനി ഇത് അടയ്ക്കാൻ പോകുകയാണ്. അപ്പോൾ ഇത് അടയ്ക്കണം. ഓക്കെ, നമ്മൾ ഇതേ വുഡ് കൊണ്ട് തന്നെയാണ് അടയ്ക്കുന്നത്. ഓക്കെ, ഇനി ഇത് അടച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ലാസ്റ്റത്തെ പീസും വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഈ റൂം നോക്കുമ്പോൾ തന്നെ ഈ ചുറ്റുപാടൊക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെപ്പ് വെക്കണം. ഈ ഒരു പൊസിഷനിൽ ഇവിടേക്ക് കയറാനുള്ള സ്റ്റെപ്പ് വെക്കണം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയുള്ളത് നമുക്ക് വേണ്ട സ്റ്റെപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ വുഡിൻ്റെ സ്റ്റെപ്പ് തന്നെയാണ് എടുക്കുന്നത്. വുഡിൻ്റെ സ്റ്റെപ്പ് എടുത്തു. ഇത് കാർപ്പറ്റിൽ ആയതുകൊണ്ട് നിൽക്കില്ല. അപ്പോൾ ആ ഭാഗത്തെ 2 കാർപ്പറ്റ് നമുക്ക് കളയേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ ഇത് അപ്പിലപ്പിൽ നിന്നോളും. ഇങ്ങനെ വെച്ച എയറിൽ നിൽക്കും ബാക്കി. എന്നിട്ട് നേരെ ഇവിടെ വന്ന് ഒക്കെ നമ്മളപ്പോൾ ഇത് മേലെ എത്തി. ഓക്കെ, ആണ് ലുക്ക്. കിടക്കണ്ട
ഗൈസ് അപ്പോൾ നമ്മളിത് സ്റ്റെയർ കെട്ടി കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ മേലെ ഇതും കൊണ്ടൊരു ഡെക്കറേഷനും കൊടുത്തു. ഡെക്കറേഷൻ എന്നല്ല, ഒരു ഇതിന് വേണ്ടി കൊടുത്താണ്. ഇപ്പോൾ റൂം ഇവിടെയൊക്കെ സെറ്റായി നമുക്ക് നേരെ വെളിയിൽ പോയിട്ട് ഫാമിൻ്റെ പണി തുടങ്ങണം. ഓക്കെ, ഇപ്പം തന്നെ രാത്രിയാവാനായി. നമുക്ക് പെട്ടെന്ന് ഫാമിൻ്റെ പണി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഫെൻസിന് മാത്രം ആ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടൈം കുറച്ച് കിട്ടും. ബാക്കി നാളെ ചെയ്താൽ പോരെ. ഓക്കെ, നമ്മൾ ഇത്രയും വെക്കുന്നുള്ളൂ. എൻ്റെ വീട് കുറേ വലുതായതുകൊണ്ട് ഒരുപാടും വെക്കുന്നില്ല. വേസ്റ്റ് ബ്ലോക്സ് നമുക്ക് തന്നെ പൊട്ടിച്ച് കളയണം. കുറച്ച് ബ്ലോക്കൊക്കെ പൊടിച്ചാണ് അടുത്തുള്ളത്. നമ്മളത് ഓക്കെ, അപ്പം നമുക്ക് ഈ ഫെൻസൊക്കെ മണ്ണൊക്കെ പൊട്ടിക്കാനുണ്ട്. ഓക്കെ, രാത്രി നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോയി ഉറങ്ങണം. അല്ലാണ്ട് ഇരുന്ന് ചോദിച്ചു വരും. ഓക്കെ, നമ്മളത് രാവിലെ എണീച്ച് വന്നിട്ടുണ്ട്. വാട്ട് എന്തോ ഒന്ന് അങ്ങോട്ട് പോയ പോലെ തോന്നി. ഓക്കെ, ബാക്കി പണി നോക്കാം. സോംബികളൊക്കെ തീരുമാനമായിട്ടുണ്ട്. എട്ടുകാലിയൊക്കെ വീട്ടിന് മുകളിൽ, എട്ടുകാലിയൊക്കെ താഴെ മതി കേട്ടോ. എൻ്റെ വീട്ടിൽ കയറാനായിട്ടില്ല. ഓക്കെ, അത് ചുറ്റും ഇങ്ങനെയൊക്കെ വെച്ച് സെറ്റാക്കി. അയ്യോ, അവിടെ കുഴിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഒന്ന് എടുത്ത് ചാടിയതാ, പണി കിട്ടി. അവിടെ ഇതിട്ട് മൂടി. ഞങ്ങൾ ചെടിയൊക്കെ പൊടിച്ചു സ്വന്തമാക്കി. ഇനി ഇവിടെ ഫാമാണ്, അപ്പുറത്ത് കൃഷിയും വരും. ഈ ഫാമിൽ എന്ത് വിടുന്നാലും വെച്ചിരിക്കുമ്പോൾ വളർത്തുന്ന സംഭവങ്ങൾ ഇടാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അപ്പുറത്ത് പോയി കൃഷിയും സെറ്റാക്കാം. എന്നിട്ട് ഇതൊക്കെ സെറ്റാക്കിയാൽ പോരെ എന്നെ മനസ്സ് ഒന്ന് വിചാരിച്ചു. ഓക്കെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ തന്നെ നമ്മൾ ബ്ലോക്ക് ഉണ്ടാക്കണ്ട, ഒന്ന് പാരലാക്കണം. ക്ലീനാക്കി എടുത്തിട്ട് പ്രശ്നം. കൃഷി ചെയ്യുമ്പോൾ അവിടെ ബുദ്ധിമുട്ടാകും. വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ അടുത്ത് തന്നെ റിവറും ഉണ്ട്. ഓക്കെ, അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവസാനം എന്താണെന്ന് എനിക്കും അറിയില്ല. എവിടെ ഇങ്ങനെ പ്ലെയിൻ ആവുക ഒന്നുകൊണ്ടാണ് അതിനെ വെച്ച് ചെയ്തിട്ട്. നമ്മൾ സൂപ്പറായിട്ടൊരു വാളും ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റും. ഞാൻ പറഞ്ഞുതരാം. സോംബികൾക്ക് പെട്ടെന്ന് കിടക്കാൻ പറ്റാത്ത പോലെയും സോംബികൾ പെട്ടെന്ന് അപ്പോൾ നമുക്കിത് മുഴുവൻ പ്ലെയിൻ ആക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ മുഴുവൻ ഇങ്ങനെ ഒരു ലെവലിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കൃഷി വരും. പിന്നെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ചുമരും ചുറ്റും ഒരു ലാവൻ്റെ ഒരു സെറ്റപ്പൊക്കെ ചെയ്യും. അതൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ലാവൻ്റെ സെറ്റപ്പ് ചെയ്യണം. ലാവൻ സെറ്റപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി അളവെടുക്കണം. അളവെടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കുഴിയെടുക്കണം. ഈ കുറച്ചത് പുഴയിലായിരുന്നു ഭയങ്കര ടാസ്ക് ആയിരിക്കും.
അതുകൊണ്ടാണ് എന്തായാലും 2 അടിക്ക് മേലെ വേണം. ഓക്കെ, വെള്ളം വരുന്നതൊക്കെ നിർത്തിയിട്ട് നമ്മൾ തോണ്ടി പോകണം. ഈ ലെവലിനൊക്കെ അടച്ചടച്ച് വയ്ക്കണം. ഓക്കെ, നമുക്ക് നമ്മളിതിങ്ങനെ മുഴുവൻ കുഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ലാവ നിറയ്ക്കാനാണ്. കാരണം സോംബികൾ നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് വരാണ്ടിരിക്കാനാണ് ഈ പ്ലാൻ. ഇത് മിനിമം ഇവിടെ എത്തണമല്ലോ അല്ലേ. ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ എത്തിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. നേരെ പണി തുടങ്ങാം. സ്ഥലം എത്തിയിട്ടില്ല, ഒരു 2 ബ്ലോക്കും കൂടി ഉണ്ട്. ഓക്കെ, ഒരു 2 ബ്ലോക്കും കൂടി എടുത്താലോ, കാരണം സ്പേസ് കുറവായിരിക്കരുത് ഒരിക്കലും. ഇനി ഇതിൻ്റെ നീരൊക്കെ വെച്ച് പിടിക്കണം. ഓക്കെ, തുടങ്ങുന്ന വെട്ടലൊക്കെ ചടപടാണ്. നമ്മൾ ഈ വീടിന് മുഴുവൻ ഒരു കുഴി ഉണ്ടാക്കണം. അപ്പോൾ കുഴി ഉണ്ടാക്കിയാണ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ വീടിന് ചുറ്റും കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ലെവലിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൽ കൂടെ അനിമൽസ് അത്ര വരാൻ പോരാ. സോംബികളൊന്നും വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് ആക്രമിച്ച് കയറി എന്നൊരു വിശ്വാസത്തോടെ നമ്മളിത് ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കി. ഇത് ഇവിടെ ഫുള്ളും ലാവൻ്റെ ഒരു ഇതൊക്കെ ആക്കി ഓട്ടയൊക്കെ ഇട്ട് റെഡിയാക്കി. പിന്നെ ഫെൻസിൽ അനിമൽസ് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ താങ്ക് യു ഗൈസ്. ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ലൈക്ക്. ഇതുവരെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗൈസ്. താങ്ക് യു.